അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള വിദ്യാർത്ഥികളെ, ഇന്നത്തെ നമ്മുടെ ചാപ്റ്റർ സൗറുൻ എന്ന പാഠമാണ്. ആ പാഠത്തിൽ സൗർ എന്ന് പറഞ്ഞാൽ കാള എന്ന് പറയാം. നമുക്ക് ഓക്സ് എന്ന് നമുക്ക് യൂസ് ചെയ്യാം. ഓക്സ്, ഇതിന് ഇംഗ്ലീഷിൽ ഓക്സ് എന്നും പറയാം. ഇതിൽ നമ്മൾ സ എന്ന അക്ഷരമാണ് പഠിക്കുന്നുള്ളത്. ഇവിടെ കാണിക്കുന്ന പോലെ അക്ഷരങ്ങൾ കാണുന്നത്. അക്ഷരത്തിന് സ എന്ന അക്ഷരത്തിന് നമ്മൾ സാധാരണ ത എഴുതുന്ന പോലെ എഴുതാം. എന്നിട്ട് അതിൻ്റെ 2 പുള്ളിയാണല്ലോ, അതിൻ്റെ കൂടെ ഒരു പുള്ളി എക്സ്ട്രാ മേലെ പുള്ളി ഇട്ടാൽ സ എന്ന അക്ഷരം, സ എന്ന അക്ഷരമായിട്ട് നമുക്ക് വായിക്കാൻ പറ്റും. അപ്പോൾ അത് നമുക്ക് എഴുതുന്ന രൂപമാണ് ഇവിടെ ആദ്യ ഉസ്താദ് കാണിക്കുന്നുള്ളത്. ഇവിടെ സ്ക്രീനിൽ കാണിക്കുകയാണ്. അത് എല്ലാ വിദ്യാർത്ഥികളും ശ്രദ്ധിക്കുക. ഞങ്ങൾ പുസ്തകത്തിൽ നേരത്തെ നിങ്ങൾ ക്ലാസ് പഠിച്ചിട്ടുണ്ടാവും. ഉസ്താദ് ആ ട്രൈസ് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ടിന്യൂ ചെയ്യാം. എന്നിട്ട് സാന് 3 പുള്ളിയാണ്. ഇപ്പോൾ 3 പുള്ളി നമ്മൾ മേലെ ഇടണം. 3 പുള്ളിയാണ് മേലെ ഇടേണ്ടത്. അപ്പോൾ നമ്മൾ അത് പ്രൊനൗൺസ് ചെയ്യുമ്പോൾ അത് നമ്മുടെ നാവ് നമ്മുടെ മുൻപല്ലിൽ തട്ടുന്ന രീതിയിലാണ് നമ്മളതിന് പറയേണ്ടത്. മുൻപല്ലിൻ്റെ നമ്മളെ പല്ലിൻ്റെ മേലത്തെ പല്ലിൽ തട്ടുന്ന രീതിയിൽ നമ്മൾ അതിനെ ഉച്ചരിക്കുക. അപ്പം അതുപോലെ ബാക്കിയുള്ള സ, സി, സു ഇത് 3ഉം ഇതേപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ ട്രൈ ചെയ്യുക. പിന്നെ അതുപോലെ 22ാമത്തെ പേജിൽ കാണിക്കുന്നത് അവിടെയും സ, സി, സു, സ അവിടെ എന്ത് ചെയ്യുക, എഴുതി പരിശീലിക്കുക. ആദ്യം നിങ്ങൾ സ എഴുതുന്ന സമയത്ത് അക്ഷരത്തിൻ്റെ മേലെയാണ് എഴുതേണ്ടത്. നമ്മൾ ഇവിടെ കാണിക്കുന്ന പോലെ അക്ഷരത്തിൽ എഴുതുക. എന്നിട്ട് ഡോട്ട് ഇടുക. അതിനുശേഷമാണ് ഹർക്കത്ത് ഇടേണ്ടത്. ചില കുട്ടികൾ ആദ്യം ഫത്ത് ഇടും, പിന്നെ ഡോട്ട്, പിന്നെ അതിൻ്റെ അക്ഷരം എഴുതുന്ന രൂപത്തിൽ തെറ്റായ രൂപത്തിൽ എഴുതുന്നത് കാണുന്നുണ്ട്. അപ്പോൾ അതെന്ത് ചെയ്യുക, അത് ഒഴിവാക്കാം. അതേപോലെ സ എന്ന അക്ഷരം ഈ 2 കോളത്തിൽ എഴുതി കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് ഹോംവർക്കായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഈ ആക്ടിവിറ്റിയാണ് ഇവിടെ കാണിക്കുന്ന നമ്പർ 1, 2, 3, 4, 5 താഴ്ന്ന് എഴുതാം. ഇവിടെ താഴെ 1ാം നമ്പറിൽ സുബൂത്ത് എന്ന് കാണുന്നുണ്ട്. ഈ സുബൂത്തുൻ എന്നതിൽ നിങ്ങൾ എന്ത് ചെയ്യുക, എഴുതി കൊടുക്കാം. അതേപോലെ 2ാം നമ്പറിൽ 3ാം നമ്പർ, 4ാം നമ്പർ, 5ാം നമ്പർ, അങ്ങനെ റിപ്പീറ്റായിട്ട് 5 വട്ടം എഴുതണം. അതേപോലെ ബാക്കിയുള്ള അടുത്ത വേണം ഇസ്തസ്ബത്ത, ഇസ്തസ്ബത്ത, പിന്നെ അസാസുൻ, കാസബ, കസ്സ. ഇത് ഈ വേർഡുകളൊക്കെ എന്ത് ചെയ്യുക, നന്നായിട്ട് ആ കള്ളിയിൽ തന്നെ ആ ഇൻസൈഡ് തന്നെ എഴുതി പരിശീലിക്കുക. എഴുതുമ്പോൾ വായിച്ച് എഴുതാൻ വേണ്ടി ശ്രമിക്കാം. അതുപോലെ ഇവിടെ കാണുന്നത് നമ്മൾ സാന് ഹർക്കത്തിട്ടിട്ട് വ്യത്യസ്തമായ ഹർക്കത്തുകൾ ഇട്ടിട്ട് വായിക്കാനാണ്. ഇപ്പോൾ ഇവിടെ സി എന്നതിന് ഹർക്കത്ത് കെസറാണ്. അപ്പോൾ സിമാറൊന്ന് വെച്ചു, സി സിമാറുൻ. വസ്, സായിന് സുക്കൂന്, വസ്, അപ്പോൾ വസ്ബത്തുൻ. പിന്നെ സീ, നമ്മൾ സായിനെ കെസറിനെ നീട്ടിയത് എങ്ങനെയാണ്, യാ കൊടുത്തിട്ട്, അപ്പോൾ അതിന് വേർഡാണ് മസീലുൻ. പിന്നെ സായിന് തൻവീൽ നമ്മൾ കൊടുത്ത് സുൻ, ലബുസുൻ. സായിന് തൻവീൻ കെസർ കൊടുത്ത് സിൻ, മീറാസിൻ. സായിന് ലമ്മ കൊടുത്ത് സു, സുമുനുൻ. പിന്നെ ഫത്തുള്ള അക്ഷരമായ സാ, ഫത്തുൽ നീട്ടാൻ അലിഫ് കൊടുത്തപ്പോൾ സാ, സാബിത്തുൻ. ലമ്മുള്ള അക്ഷരമായ സാഇനെ നീട്ടാൻ വാവ് കൊടുത്തപ്പോൾ സൂ, സൂമുൻ. തൻവീൻ ഫത്തുള്ള സാനെ തൻവീൻ സാഇന് തൻവീൻ ഫത്ത് കൊടുത്ത് സൻ. അപ്പോൾ സൻ എഴുതുമ്പോൾ അതിൻ്റെ കൂടെ അലിഫും ചേർത്ത് എഴുതണം. സൻ, ബഹ്, സൻ. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് വായിച്ച് പഠിക്കുക. 23ാമത്തെ പേജിൽ ഖുർആനിലെ ആയത്താണ്. 3 വീതം ആയത്താണ് ഇവിടെ കാണുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വസറാബിയ്യു മബ്സൂസ. അവിടെ മബ്സൂസാൻ്റെ അവിടെ
ഒന്ന് സാ, രണ്ട് സാ ഉണ്ട്. ഒന്നാമത്തെ സാന് ദമ്മ്, രണ്ടാമത്തെ സാന് ഫത്ത്. അപ്പോൾ നമ്മൾ എങ്ങനെ സാ ഉച്ചരിക്കുന്ന പ്രൊണൗൺസിയേഷൻ പറഞ്ഞു അതേപോലെ തന്നെ ഉച്ചരിക്കണം. അതുപോലെ ഹൈസു ഷിഅ്തുമ, അവിടെ ഹൈസു എന്നതിൻ്റെ അവസാനത്തിൽ സാ ആണ്, സാന് ദമ്മാണ്. അപ്പോൾ ഹൈസു ഷിഅ്തുമ അതേപോലെ തന്നെ ഉച്ചരിക്കുക. സുമ്മ സുമ്മ യുമീതുകും സുമ്മ യുഹ്യീകും. ഇവിടെ രണ്ട് സുമ്മയിലും സാ ആണ്. അപ്പോൾ അത് ആ രീതിയിൽ തന്നെ എന്ത് ചെയ്യുക, ഓതി പഠിക്കണം. അപ്പോൾ ഈ 3 ആയത്തുകളും ഇതിൻ്റെ രൂപങ്ങൾ, ശരിയായ രൂപങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ നിങ്ങൾ QR കോഡ് വെച്ച് ഓതി പഠിച്ചാൽ മതി. പ്രത്യേകം 2-3 വട്ടം നിങ്ങൾ ഓതി ശീലിച്ചാൽ നിങ്ങൾക്ക് നന്നായിട്ട് ഓതാൻ പറ്റും ഇൻഷാ അല്ലാഹ്. അതുപോലെ അതിൻ്റെ താഴെയുള്ള ഭാഗങ്ങൾ, ബ്ലാക്ക് ബോർഡിൽ കാണുന്ന വേർഡുകൾ ഒന്ന് ശ്രദ്ധിക്കുക. ഖൈലുൻ, സമകുൻ, വർദുൻ, കബിദുൻ, സൗറുൻ, സറാഫത്തുൻ. അപ്പോൾ ഈ പറയപ്പെട്ട പേരുകളുടെ പിക്ചർ താഴെ കാണുന്നുണ്ട്. ആ പിക്ചറിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, ഗ്രീൻ കളർ കൊടുക്കുക. ബോർഡിൽ പറയപ്പെട്ട പേരുകളുടെ പിക്ചറിന് ഗ്രീൻ കളർ കൊടുക്കുക. അതിൽ പറയപ്പെടാത്ത പേരിന് റെഡ് കളർ കൊടുക്കണം. ഖൈലുൻ എന്ന് പറഞ്ഞാൽ കുതിര, സമകുൻ മീൻ, വർദുൻ റോസാപ്പൂവ്, കബിദുൻ കരൾ, സൗറുൻ കാള, സറാഫത്തുൻ ജിറാഫ്. ഇതിൽ പറയപ്പെടാത്ത പേരാണ് ഒന്ന് ടൈ അല്ലേ. അപ്പോൾ ടൈയിൻ്റെ പേരെന്താണ്, ഉറബുൻ പറഞ്ഞിട്ടില്ല. അത് ഡോറിൻ്റെ പേരും പറയാം. ഡോറിൻ്റെ പേരെന്താണ്, വാബുൻ അറബിയിൽ പറയാം. ഇതിന് റെഡ് കളർ കൊടുക്കുക. അങ്ങനെയാണ് ഇതിൻ്റെ ആക്ടിവിറ്റി ചെയ്യേണ്ടത് ഇൻഷാ അല്ലാഹ്. പേജ് നമ്പർ 24 ചെയ്യേണ്ട വർക്ക് നിങ്ങൾ ഇവിടെ കാണുന്ന സീനും സാവും അതും രണ്ടും പ്രൊണൗൺസ് ചെയ്യുമ്പോൾ ഉള്ള ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഇവിടെ സീന് പറയുമ്പോൾ സബ്ബ, സർറ, സബത, സർറ, സബത. ഒന്നാമത്തത് സബ്ബ, സർറ, സബത. ഇത് നമ്മൾ സീന് പറയുമ്പോൾ നമ്മൾ ഉച്ചരിച്ചു. ഇനി സാ പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ പറയണം, സർറ. നമ്മൾ സീന് പറയുന്ന പോലെയല്ല സാ പറയേണ്ടത്. അപ്പോൾ നമ്മുടെ നാവിലേക്ക് തട്ടി പറയുക. നമ്മുടെ നാവ് നമ്മുടെ മുൻപല്ലിൽ തട്ടി പറഞ്ഞ് പഠിക്കാം. എങ്ങനെയാണ്, സബ്ബ, സർറ, സബത, സബ്ബ, സർറ, സബത്ത. അപ്പോൾ ആ രീതിയിൽ രണ്ട് അക്ഷരങ്ങളും ഡിഫറെൻ്റ് ആയിട്ട് പഠിക്കാം. പിന്നെ അതുപോലെ തന്നെ നെക്സ്റ്റ് കാണുന്നത് നിങ്ങൾക്കുള്ള നിങ്ങളുടെ ഹാൻഡ് റൈറ്റ് എഴുതാനുള്ള ഒരു വർക്കാണ്. അപ്പോൾ ഇവിടെ കാണുന്ന ലൈനിൽ ഈ 3 കോളത്തിലെയും സെൻട്രൽ ലൈനാണ് നിങ്ങൾ എഴുതേണ്ടത്. അപ്പോൾ ഇവിടെ ഒന്ന് നിങ്ങൾ എക്സാമ്പിളായിട്ട് കാണിച്ചിട്ടുണ്ട് നിങ്ങൾക്ക്, സിയാബു സാബിത്തിൻ സെമീനുൻ. ഇവിടെ സിയാബു എന്ന് എഴുതുമ്പോൾ നമ്മളത് ഈ ലൈൻ തട്ടിയിട്ടാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ആദ്യം നിങ്ങൾ എഴുതുമ്പോൾ ഈ അക്ഷരങ്ങൾ ഫുള്ളായിട്ട് എഴുതുക, സിയാബുവിൻ്റെ അക്ഷരം എഴുതുക. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, അതിൻ്റെ ഡോട്ട് ഇടുക, ഡോട്ട് ഹർക്കത്തേക്ക് ഇടുക. അങ്ങനെയാണ് നമ്മൾ ഓരോ വേർഡ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഇത് നിങ്ങൾ എന്തായാലും നിങ്ങളെ ഈ ഇൻസൈഡായിട്ട് തന്നെ എഴുതാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾ കാണുന്ന ഈ 3 കോളത്തിൽ സെൻട്രൽ കോളത്തിലാണ് നിങ്ങൾ എഴുതേണ്ടത്. അപ്പോൾ ആ സെൻട്രൽ കോളത്തിൽ തന്നെ എഴുതി നിങ്ങൾ എന്ത് ചെയ്യുക, പരിശീലിക്കാം. അപ്പോൾ അത് നമുക്ക് 2 വട്ടം എഴുതാനുണ്ട്. അപ്പോൾ 2 വട്ടം നിങ്ങൾ അത് കോപ്പി ചെയ്ത് പഠിക്കാം ഇൻഷാ അല്ലാഹ്. ഓക്കെ. പിന്നെ അപ്പോൾ നമ്മളിവിടെ ഈ പാഠത്തിൽ ഇവിടെ ലാസ്റ്റ് കാണിക്കുന്ന ലെറ്റേഴ്സ് നമ്മൾ ഇതുവരെ പഠിച്ച ലെറ്റേഴ്സാണ്. ഹംസ, സാ, ഹാ, ഖാ, സായ്. ഇതൊക്കെ നിങ്ങൾ ഓർമ്മിച്ചു കൊണ്ടിരിക്കണം കേട്ടോ ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.